ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് 2 ദിവസത്തെ കുറച്ച് വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ രാവിലെ തന്നെ വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കി ചേട്ടനും ജോലിക്ക് പോയതിന് ശേഷം ഞാൻ എബിയും കൊണ്ട് സ്കൂളിലോട്ട് കൊണ്ടാക്കാൻ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അസുഖമൊക്കെ മാറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ അല്പം താമസിച്ചത് കൊണ്ട് തന്നെ രാവിലത്തെ ജോലികളും കുക്കിങ്ങും ഒന്നും വീഡിയോസായിട്ട് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചേട്ടനായിരുന്നു വീട്ടിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതും. എങ്കിൽ പോലും നമ്മൾ എത്ര ചെയ്താലും നമ്മളുടെ ഒരു പെർഫെക്ഷൻ വരത്തില്ലല്ലോ അവർ ചെയ്യുമ്പോഴത്തേക്കും. അത് ഫുഡ് വയ്ക്കുമ്പോഴായിരുന്നാലും വീട്ടിലെ ജോലി ആയിരുന്നാലും എല്ലാം ചെയ്തു തരും കേട്ടോ. ചെയ്തു തരത്തില്ല എന്നല്ല, എല്ലാ ജോലിയും ചെയ്തു തരും. എന്നാലും ഇപ്പോൾ നമുക്കൊരു തൃപ്തി കാണില്ല. ചില ആണുങ്ങൾ എല്ലാ ജോലിയും നന്നായിട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. വീട്ടിലെ എല്ലാ ജോലികളും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നവരും ഉണ്ട്. ചേട്ടനെ കൊണ്ടാവുന്നത് പോലെ ഞങ്ങൾ രണ്ടുപേരെയും നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വയ്യാതെ കിടന്ന പിന്നെ ഞാൻ തന്നെ രാവിലത്തെ ജോലിയെല്ലാം ചെയ്തതിന് ശേഷം വീടിനകവും പുറവും ഒക്കെ നന്നായിട്ട് ഒന്ന് തൂത്ത് തുടയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഫോണിപ്പോൾ ഭയങ്കരമായിട്ട് കംപ്ലൈൻ്റായി വരുന്നുണ്ട്. കാരണം ഞാൻ വയ്യാതെ കിടന്ന സമയത്താണെങ്കിൽ പോലും രാത്രി ഉറങ്ങാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ പകൽ ഉറങ്ങണ്ടെന്ന് വിചാരിക്കും. ചില സമയത്ത് രാത്രി ഫുള്ള് ഇരുന്ന് ഫോണ് കാണും, ചില സമയത്ത് പകൽ ഫുള്ള് കാണും. പകൽ ഫുള്ള് കാണുന്ന ദിവസങ്ങളിൽ രാത്രി ഉറക്കം കിട്ടും. പക്ഷേ പകൽ ഇടയ്ക്ക് എങ്ങാനെത്തി ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറങ്ങാനേ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഫോണ് കണ്ട് തന്നെ തലവേദനയും വയ്യായ്ക്ക് സത്യം തന്നെ കൂടിയിട്ടുമുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാവിലത്തെ ജോലിയെല്ലാം ഒതുക്കിയതിന് ശേഷം ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാപ്പി കുടിക്കാനായിട്ട്. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ചേട്ടൻ അപ്പോൾ തന്നെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഐസിങ് ചെയ്ത് പഠിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെയ്ക്ക് അതിനുള്ള പ്രിപ്പറേഷനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഐസിങ് എന്തായാലും ചെയ്ത് തുടങ്ങണം. കുറേ പെൻഡിങ് വർക്ക്സ് ഉണ്ട്. നമുക്കിപ്പോൾ സെക്കൻഡ് സെമ്മും തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഫസ്റ്റ് സെമ്മിൽ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ടൈം ടേബിൾ ഞാൻ ഇന്ന് ആദ്യമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കേക്ക് ബേക്ക് ചെയ്യുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിൽ എണ്ണ ഇച്ചിരി കൂടിപ്പോയുണ്ടോ. അപ്പോൾ എണ്ണ കൂടുമ്പോഴത്തേക്ക് ഇതുപോലെ സൈഡ് ഇങ്ങനെ കരിഞ്ഞു വരും. ഇങ്ങനെ സൈഡ് കരിഞ്ഞാൽ പോലും അതിൻ്റെ സോഫ്റ്റ്നെസ്സിനൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു കേക്ക്. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് വെച്ചതിന് ശേഷം തുണി ഞാൻ തലേദിവസം കുറച്ച് അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എടുത്ത് നൂത്തിടാനായിട്ട് ഞാൻ ടെറസിലോട്ട് പോയതായിരുന്നു. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അതുകൊണ്ടാണ് മുകളിൽ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ നമ്മുടെ താഴെ തന്നെ സൈഡ് അശയുണ്ട്, അതിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ നല്ല വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും അവിടെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം വന്ന് കിടന്ന് എൻ്റെ ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം ഞങ്ങൾ ചോറ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പം അപ്പോഴത്തേക്കും ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ചോറ് കഴിച്ചതിന് ശേഷം ഐസിങ് ചെയ്യാൻ നിന്ന് കേട്ടോ. അപ്പോൾ എനിക്കിതിൽ തന്നെ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും ഒക്കെ തോന്നിയ ഒരു നിമിഷമായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നോ ഞാനിങ്ങനെയൊക്കെ വാങ്ങിക്കുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് ഫ്രിഡ്ജിൽ നേരെ വെച്ചു. ഇനി ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നാളെയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങൾ നേരെ ബീനയുടെ വീട്ടിലോട്ട് പോയിട്ട് ഇന്നവിടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അവിടെ പള്ളിയിൽ നിന്ന്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രിയിലെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് പിറ്റേ ദിവസമാണ്. ചേട്ടൻ രാവിലെ തന്നെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. എബിക്കും സ്കൂളിൽ പോകാനുള്ള ലഞ്ചെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി 2 വീഡിയോസിലൊക്കെ വരുന്നുണ്ട് ബീനയുടെ വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കൊക്കെ പോയ കാര്യങ്ങൾ. എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ 2-3 മാസത്തേക്കാണ് അവർ പുതിയ വീട്ടിലോട്ട് താമസമാക്കിയത്. തിരിച്ച് അങ്ങ് സ്നേഹയുടെ വീട്ടിലോട്ട് തന്നെ പോകുന്നുണ്ട്. ഈ വീട് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വെച്ചത്. അപ്പോൾ ഇത് വെച്ച ഉടൻ തന്നെ വാടകയ്ക്ക് കൊടുക്കണ്ടല്ലോ, കുറച്ച് നാൾ താമസിച്ചതിന് ശേഷം വാടകയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് അവർ കുറച്ച് നാളത്തേക്ക് ഇങ്ങോട്ട് താമസം മാറിയത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വാടകയ്ക്ക് കൊടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് അവർ വാടകയ്ക്കൊക്കെ ആളെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്കും സുമോദേണ്ണനും ബീനയും കൂടെ പഴയത് അവർ കുടുംബ വീട്ടിലോട്ട് തന്നെ താമസം മാറുന്നുണ്ട് കേട്ടോ. അതാണിപ്പോൾ ഈ ഒരു പ്രാർത്ഥന കാണിച്ചിനി ഒരു പ്രാർത്ഥന കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരുടെയും പള്ളി, അതായത് ആൻറ്റി വേറൊരു പള്ളിയിലാണ് പോകുന്നത്, ബീനയും സുമോദേട്ടനും സുജിത്തും സ്നേഹയും അവരൊരു പള്ളിയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരുടെ പള്ളിയിൽ നിന്നും ഇവിടെ ആരാധനയ്ക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷനാണ് ഞാനിപ്പോൾ കാണിച്ചത്. അടുത്ത സെക്ഷൻ കാണിക്കുന്നുണ്ട്.
അപ്പോൾ പിറ്റേ ദിവസം പതിവ് പോലെ ചോറെല്ലാം പാക്ക് ചെയ്തതിന് ശേഷം എബിയെ ഞാൻ സ്കൂളിലോട്ട് കൊണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വന്നു ഫുഡെല്ലാം കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടിയപ്പവും കുറുമക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം വരെയുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഭയങ്കര ഒരു ക്ഷീണവും വയ്യായികയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഒരു വീഡിയോ ഞാൻ എടുത്തില്ല. അതിന് പകരം ഫോണിലെ വീഡിയോസ് കണ്ടും എഡിറ്റ് ചെയ്തും ഒക്കെ ഞാൻ അങ്ങനെ ഈ സമയം കളഞ്ഞു എന്ന് വേണം പറയാൻ. അപ്പോൾ എബി നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് മീനുണ്ടായിരുന്നു. അതെടുത്ത് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഫ്രിഡ്ജിൻ്റെ കവറുണ്ട്, അതിലാണ് ഇപ്പോൾ മീൻ വളർത്താൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി നിന്ന സമയത്ത് തന്നെ ചേട്ടന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടൻ വന്ന സമയത്ത് നല്ല താമസിച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം 3 മണിയൊക്കെ കഴിഞ്ഞു. കാരണം എബി വന്ന ആ സമയത്താണ് ചേട്ടന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് 2 പേർക്ക് ഫുഡെല്ലാം കൊടുത്തതിന് ശേഷം എബിയും കൊണ്ട് ചേട്ടൻ ട്യൂഷന് കൊണ്ടാക്കാൻ പോയി. ഞാൻ നേരെ കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് അലക്കിടാനായിട്ട് ടെറസിലോട്ടും പോയി കേട്ടോ. അപ്പോഴാണ് ഞാൻ കണ്ടത് എൻ്റെ മുരിങ്ങ ചെടി നിറയെ പൂത്തിട്ടുണ്ടായിരുന്നു. അന്ന് 1-2 മുരിങ്ങയ്ക്കയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞായിട്ട് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ നനച്ച് വളർത്തുന്ന സംഭവത്തിൽ ഓരോ ചെടികളിൽ നിന്നും അതിൻ്റെ ഫലങ്ങൾ കിട്ടുന്നത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് എനിക്കും കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനിയൊന്ന് പെട്ടെന്ന് വളർന്ന് കിട്ടിയാൽ മതി എന്നായിപ്പോയി. കുറേ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് പണ്ട് അമ്മയാണെങ്കിൽ ഈ മുരിങ്ങയുടെ പൂവും മുട്ടയൊക്കെ വെച്ചിട്ട് തോരൻ വെച്ച് തരാറുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. പക്ഷേ എനിക്കിപ്പോൾ എങ്ങനെയെങ്കിലും മുരിങ്ങയ്ക്ക് കിട്ടിയാൽ മതി എന്നാണ് കേട്ടോ. കാരണം ഞാൻ ഇവിടെ എല്ലാവർക്കും അയൽവക്കത്ത് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അപ്പോൾ 1-2 കിട്ടുമ്പോൾ അവർ പ്രതീക്ഷിക്കില്ലേ അവർക്കും കിട്ടുമെന്നുള്ള പ്രതീക്ഷ കാണുമല്ലോ. അപ്പോൾ കുറച്ചാകുമ്പോഴത്തേക്കും നമ്മൾ തന്നെ എടുക്കുമ്പോഴത്തേക്കും എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ എല്ലാവർക്കും അപ്പുറം ഉള്ളവർക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അത് വേറൊരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ മുരിങ്ങയിലെ പൂ നമുക്ക് വേണമെങ്കിൽ അതിന് തന്നെ മുരിങ്ങ മരത്തിൽ നിന്ന് തന്നെ എടുക്കാം. പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിൽ തന്നെ നിന്ന് മുരിങ്ങയ്ക്കായി എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഡെക്കറേഷനും പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറയുന്നതിനേക്കാളും എൻ്റെ വീട്ടിനടുത്തുള്ളവർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഇതേ മറുപടിയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എബിയെ വിളിച്ചിട്ടാണ് കട്ട് ചെയ്തത്. അവൻ കളിക്കാൻ നിൽക്കുമായിരുന്നു കേട്ടോ. ഫ്രണ്ട്സിനോടൊപ്പം കളിക്കാൻ നിന്നിടത്തുനിന്നാണ് ഞാൻ എബിയെ വിളിച്ചുകൊണ്ട് വന്നത്. അവൻ തന്നെയാണ് 2 കേക്കും കട്ട് ചെയ്ത്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും കുറച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഡെക്കറേഷനാണ് ഈ കേക്കിൻ്റെ ആ നടുഭാഗത്തുള്ളത് കേട്ടോ. അത് ഭയങ്കരമായിട്ട് എന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചതാണ്. പക്ഷെ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ കേക്കിനെ തന്നെ പുകഴ്ത്തി പറയുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുകൊടുത്തു, അയൽവക്കത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പേടിച്ചാണ് സത്യം പറഞ്ഞ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയത് പോലും. എന്ന് വെച്ചാൽ ഇങ്ങനെയാവും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുക്കിംഗ് പഠിക്കുന്നതും അത് ഉണ്ടാക്കുന്നതും. എനിക്കതിൽ ഭയങ്കരമായിട്ട് അഭിമാനം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.